നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്ന അതിഥികൾ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ ആത്മബന്ധമുള്ളൊരു സംവിധായകനും ഭാര്യയുമാണ്. സംവിധായകൻ മോഹൻ സാറും ഭാര്യ അനുപമ മോഹനും. നമസ്തേ. നമസ്തേ മോനേട്ട. എന്തൊക്കെ പറയാം, എന്ത് പറയാം അല്ലേ? ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനുള്ള സംഭവം എന്താ വെച്ചാൽ ആ ബുക്ക് വായിച്ചു. അതിനുശേഷം നമ്മൾ ഒരു തവണ കണ്ടു. ഭയങ്കര തിരക്കിലായിരുന്ന കാരണം കൊണ്ട് ഞാൻ എന്തോ പറഞ്ഞു തോന്നുന്നു. ഗംഭീരമായിരിക്കുന്നു. കയ്യിൽ നിന്ന് വയ്ക്കാതെ വായിച്ചു തീർത്തു. ഞാൻ ആ പുസ്തകത്തിൽ മോനേട്ടനെ കുറിച്ച് ഒരു വരി പരാമർശിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഈ അഭിനയം വേണ്ട എന്ന് എന്നോട് പലരും ചോദിക്കും, എന്താണ് അഭിനയിക്കാത്തതെന്ന്. അഭിനയം വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം മോനേട്ടൻ കേട്ടോ. എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് സൂര്യദാഹം ചെയ്യുമ്പോഴേ അല്ലേ. പക്ഷേ ഞാൻ ആ ചീത്ത പറഞ്ഞതൊന്നും എല്ലാവരും ചീത്ത പറയാറുണ്ട് കൂട്ടത്തിൽ കൂടെ. എനിക്ക് ഇത്തിരി കൂടുതലായിരുന്നു മോനേട്ടാ. എന്നെ നല്ലോണം ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതിന് പറഞ്ഞു വിട്. എന്താണെന്നറിയോ, എൻ്റെ ചീത്ത എനിക്ക് ഓർമ്മ എന്താന്ന് വെച്ചാൽ, ഒരു വേലിയുടെ അപ്പുറവും ഇപ്പുറവും നടുക്ക് ഒരു മുള്ളുവേലി, ഇപ്പുറത്ത് രവി മേനോൻ നടക്കുന്നു, ഞാൻ അപ്പുറത്ത് അല്ലേ. ഞാൻ അതിൽ രവി മേനോന്റെ അമ്പലത്തിൽ നിന്ന് കഴകച്ചോറ് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ചില സീൻസുകൾ മാത്രമേ എനിക്ക്. ഞാൻ രവി മേനോന്റെ നായിക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് നമ്മളെ ഈ മദ്രാസ് അപ്പൊ ഈ നാട്ടുമ്പുറമല്ല, ഈ നടക്കുമ്പോ എനിക്ക് പേടി എന്തെങ്കിലും അപ്പൊ ഞാൻ ഇങ്ങനെ നിലത്ത് കുനിഞ്ഞിങ്ങനെ നിമിർന്ന് നടക്കൂട്ടി എന്നിങ്ങനെ പറയും മോനേട്ടാ. ഞാനിങ്ങനെ കുറച്ച് നടക്കും. ആക്ച്വലി എൻ്റെ മുഖത്ത് പ്രണയം വരണം, അദ്ദേഹത്തിന് വലിയ പ്രണയമില്ല. അപ്പൊ ഞാൻ വേണം ഇനി അദ്ദേഹത്തിനെ ഒന്ന് പ്രണയിപ്പിക്കാൻ. എനിക്കാണെങ്കിൽ ഇത് വരില്ല. അതിൻ്റെ മുഖത്ത് ഒരു കുന്തോ വരില്ല. ഇതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന ആളെ വേണം ചീത്ത പറയുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചു നമുക്ക് പറഞ്ഞ പടിയെല്ലാം തോന്നുന്നു. പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല കേട്ടോ. ചേച്ചി ചീത്ത കേട്ടിട്ടുണ്ടോ അഭിനയിക്കുന്നത്? ആണോ? പ്രത്യേകിച്ച് ഒന്നാമത്തെ ഭാഷ അറിയില്ല. ഭാഷ അറിയാത്ത കാരണം ഒരുപാടൊന്നും അറിയില്ല. പക്ഷെ മുഖം കൊണ്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ആരെയാണ് ചീത്ത പറയാണ്ടിരിക്കുന്നത്? ഒന്നാമത്തത് ഡയറക്ടർ അവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ വഴിക്കാണ് നടന്നു പോവാ. അത്രയും പേടിയായിരുന്നു. പിന്നെ ഞാൻ ഡബ്ബിങ് തുടർന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡബ്ബിങ് തിയേറ്ററിൽ വെച്ച് അതിൻ്റെ ഇരട്ടിച്ച്. പക്ഷെ അത് ഞാൻ വിട്ടില്ല മോനേട്ടാ. അഭിനയം വിട്ട മാതിരി ഞാൻ ഡബ്ബിങ് വിടില്ല എന്ന് തീരുമാനിച്ചു. മംഗളം നേരുന്നു ഒക്കെ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതെയാ? അത് പിന്നെ വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച. അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ട് എന്തിനാ പറഞ്ഞു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഡബ്ബിങ് ശരിക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് മോനേട്ടൻ അന്ന് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് എനിക്ക് മനസ്സിലായി. ശാന്തകൃഷ്ണയ്ക്ക് ഡബ് ചെയ്യാനായിട്ട് അല്ലേ. പക്ഷെ അത് ഞാൻ ഈ വക സംഭവങ്ങളൊന്നും എൻ്റെ മനസ്സിൽ സ്ഥായിയായിട്ടുള്ള ഓർമ്മിക്കുന്ന പഴയ കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞേ. ഏത്? ഒന്നും ഓർമ്മയില്ല. എന്താ ഓർമ്മിക്കുന്നത്? കാരണം ഇത് ആ നിമിഷത്തിലും ആ മുഹൂർത്തത്തിലും ഉണ്ടാകുന്ന ദേഷ്യം ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് ഇന്നാൾ ഇങ്ങനെയാണെന്നുള്ള ഒരു ധാരണയൊന്നും വെച്ച് കിടക്കുന്നില്ല. നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് ഓഹോ ഇങ്ങനെയാണോ. ശുഭയൊക്കെ ചില ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്കൂൾ മാസ്റ്റർമാരെയാണ് പഠിപ്പിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്ന രീതി എന്നൊക്കെ. ഓ അങ്ങനെയാണോ എന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ലേ വേണ്ടത് എന്നും ചിന്തിച്ചിട്ടുണ്ട്. ആ പേടി എനിക്ക് വാസ്തവത്തിൽ മാറിയത് എപ്പോഴാ അറിയോ? അങ്ങനെ ഒരു അവധിക്കാലത്ത് സിനിമ ഡബ് ചെയ്യുമ്പോഴാണ്. അപ്പോഴേക്കും എത്ര കാലം കഴിഞ്ഞു. പിന്നെ അല്ല അത് ചെയ്തപ്പോഴും ചെന്നൈയിൽ, അപ്പോഴൊക്കെ നമ്മൾ ചെന്നൈയിലല്ലേ ഡബ് ചെയ്ത്. അപ്പോഴൊക്കെ എൻ്റെ മുമ്പിൽ മോനേട്ടൻ വളരെ കർക്കശനായ ഒരു സംവിധായകനായിട്ടായിരുന്നു, ഒരു മനുഷ്യൻ. പക്ഷെ അങ്ങനെ ഒരു അവധിക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്കും വെരി ഗുഡ് എന്നിങ്ങനെ പറയുമ്പോഴാ ഓ ഇങ്ങനെയൊക്കെ പറയാനും അറിയാല്ലേ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചോ ഞാൻ ഇത്തിരി ഡബിങ് പഠിച്ചു എന്ന് തോന്നുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഒരു തവണ ഒരു ദിവസം പ്രിയൻ എന്നോട് ഒരു കാര്യം പറയുന്നുണ്ട്. വേണു നാഗവള്ളിയുടെ പടത്തിൻ്റെ ഒരു കമ്പോസിങ് മറ്റോ ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോയി വന്നിട്ടുള്ള ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ആണ്. അപ്പോൾ ഞാൻ കമ്പോസിങ് സ്ഥലത്ത് പോയി. പ്രിയനുണ്ട്, ചെറിയാൻ കൽപ്പവാടിയുണ്ട്, വേണു നാഗവള്ളിയുണ്ട്, മുരളി നാഗവള്ളിയുണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്.
അങ്ങനെ തമാശയും കാര്യങ്ങളും. അപ്പോൾ പ്രിയനേക്കാളൊക്കെ വളരെ അടുപ്പം എനിക്ക് വേണു ആ ഉള്ളിയായിട്ട് ചെറിയ അച്ഛനായിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈയിടെ ഒരു തമാശ ഉണ്ടായി. ഞാൻ ഇന്നലെ ഇനി ആൾക്കൂടെ വന്നത് ഇന്നസെൻ്റ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ പോകാറുണ്ട്. ഞങ്ങളിന്നൊരു ചില വഴക്കുകൾ നടക്കുന്ന കാലത്തും ആണെങ്കിലും ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ആലീസായിട്ട് എനിക്ക് വഴക്കൊന്നുമില്ലല്ലോ. ഇന്നസെൻ്റ് ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു വിസിറ്റ് നടത്തി പോരാറുണ്ട്. അത്തവണ ചെന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ആലീസിനോട് ചോദിച്ചു ഇന്നസെൻ്റ് അവിടെ. അപ്പം എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വരിക. ഇത് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. കണ്ട സൈക്കില്ല കേട്ടോ. ഇത് മോഹൻ്റെ മാതിരി ഇരിക്കണേ. ഇപ്പം തല അങ്ങനെ വട്ടിച്ച് വച്ച് വൃത്തികേട്. അപ്പം പറയുമ്പോൾ ഞാൻ ആലോചിച്ചു ഈ ആലീസിന് എന്തൊരു ബോധം ഉണ്ടായിട്ടാണ് ഒരാളുടെ മുഖത്ത് നോക്കി ഇത്രയും അസഭ്യം പറയാന്ന് പറയുന്നത്. ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയപ്പോഴാണ് പ്രിയനൊക്കെ മനസ്സിലാക്കുന്നത് ഇത്രയും സരസനായിട്ടുള്ളൊരു മനുഷ്യനാണോ ഞാൻ എന്നുള്ള കാര്യം. അങ്ങനെ ഒരു ധാരണ മാറുന്നത്. അന്ന് സൂര്യദാഹം കഴിഞ്ഞു, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പാക്കപ്പായി. അപ്പം എല്ലാവരും പോവുക. അപ്പം ഞാൻ പോകുന്നില്ല, ഞാനും വല്യമ്മയും അവിടെ താമസിച്ചു. അപ്പോൾ മോനേട്ടൻ വന്ന് ചോദിച്ചു എന്താ പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് അവിടെ വേറൊരു സിനിമയിൽ അഭിനയിക്കുക, ഒരു കത്ത് എന്ന് പറയുന്ന ഒരു അവാർഡ് മൂവിയായിരുന്നു. അത് വന്നൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വേറൊരു പടമുണ്ട്, ഇങ്ങനെ അതിൽ അഭിനയിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ദുർഭാഗ്യവാൻ ഏതാണോ എന്തോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴൊക്കെ പക്ഷെ എനിക്ക് ദേഷ്യമായിരുന്നു കേട്ടോ. എന്നാലും തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ഉണ്ടോ, അങ്ങനെയാണല്ലോ പറയുന്നത്. അതെ. പക്ഷെ അതേ സമയത്ത് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്നെ സിനിമയിൽ എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്കുട്ടി എന്ന് വിളിച്ചിട്ടുള്ള ഒരു സംവിധായകനേ ഉള്ളൂ കേട്ടോ. അതെന്താ എനിക്കറിയില്ല, ആരും എന്നെ അങ്ങനെ വിളിക്കാൻ ധൈര്യം കാണിക്കാറില്ല. എന്നോട് ആർക്കും അങ്ങനെ ഒരു ചെല്ലം ഒന്നും തോന്നിയിട്ടില്ല. എന്നെ ആദ്യമായിട്ടാണ് ലക്ഷ്മിക്കുട്ടിയെ അങ്ങനെ അല്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞത് മോനേട്ടനായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നെ അങ്ങനെ ഒരാൾ വിളിച്ച, ഭയങ്കര ഒരു ബ്രദർ വിളിക്കുന്ന മാതിരി ഇങ്ങനെ പെറ്റായിട്ട് വിളിച്ചപ്പോൾ. 22 സിനിമയോളം ചെയ്തു. 23 സിനിമയോളം ചെയ്തു. 23 സിനിമയോളം ചെയ്തു. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് മോനേട്ടൻ്റെ? ഇപ്പോൾ ഭയങ്കരമായിട്ട് വീണ്ടും ബിസി ആയി തുടങ്ങി. എങ്ങനെ? ഞാൻ ഒരു ഫീച്ചർ ഫിലിം ചെയ്യുന്നുണ്ട്. അതെയോ? അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയൊരു നിലയ്ക്കുള്ള ഒരു ഡോക്യുമെൻ്ററി AK സാനുവിനെ പറ്റി, സാനു മാഷിനെ പറ്റി. അദ്ദേഹത്തിൻ്റെ സാനു ഫൗണ്ടേഷനാണ് അത് ചെയ്യുന്നത്. ജോണും ഞാനും കൂടിയുള്ള ഒരു പ്രോജക്റ്റാണ്. ജോൺ സാനു മാഷ ശിഷ്യനാണ്, മഹാരാജാസ് കോളേജിൻ്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ ജോണാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ജോൺ പോൾ സാർ. ആ ഫീച്ചർ ഫിലിമും ജോണും ഞാനും കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും ഇപ്പം നടക്കുക. ഇപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് മറ്റേ ഫീച്ചർ ഫിലിമിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. മോനേട്ടൻ ചെയ്ത ഒരു ആ കാലഘട്ടത്തെ സിനിമ ഇപ്പോഴത്തെ സിനിമ ലോകവും മാറിയിട്ടുണ്ടോ, അല്ലെ മേക്കിംഗ് മാറിയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോക്കാറുണ്ടോ? അല്ല, മേക്കിംഗ് അല്ല, ഒരു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന പടങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ആ കുറവായിട്ടുള്ള പടങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പടങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പുതിയ ഡയറക്ടേഴ്സ് പലരും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അതും വളരെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഡയറക്ടേഴ്സായിട്ടും മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന പടത്തിനും എൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും തീർച്ചയായിട്ടും. കാരണം ഒന്നാമത്തെ സിനിമയായിട്ടുള്ള ഒരു അടുപ്പം ഓഡിയൻസിന് കൂടി വരുംതോറും സിനിമയുടെ ഭാഷയ്ക്കുള്ള വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തമിഴിലോ പണ്ടേ നമ്മൾ പറയാറില്ലേ, മലയാളത്തിൽ അത്രയും സ്പൂൺ ഫീഡിങ് ആവശ്യമില്ല, അതാണ് ഇതാണ് മറ്റോ, അതേമാതിരി തന്നെ പറഞ്ഞാൽ മതി. ഇതേമാതിരി തന്നെയാണ് ഈ ഫിലിം കൾച്ചർ അഡ്വാൻസ് ആവുന്നതോടുകൂടി നമുക്ക് ചില കാര്യങ്ങൾ അവിടെ കണ്ടാലെന്താ ഇവിടെ എന്നുള്ളൊരു ചോദ്യം വരാതിരിക്കാം. അത് സിനിമയാണ്, സിനിമയുടെ ഒരു സ്റ്റൈലാണ്, അതിൻ്റെ ഒരു ടേക്കിങ്ങിൻ്റെയോ അതിൻ്റെ കട്ടിങ്ങിൻ്റെ രീതിയാണെന്നുള്ള കാര്യം ഓഡിയൻ മനസ്സിലാക്കാനുള്ള ബോധം ഓഡിയന് ഉണ്ടായ കാരണം കൊണ്ട് തീർച്ചയായിട്ടും ഓഡിയന് എങ്ങനെ ഉണ്ടാവുന്ന പുതിയ ഡയറക്ടേഴ്സ് ആ
മെത്തേഡിൽ പടം വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ആ മെത്തേഡുകളും ആ അഡ്വാൻസ് രീതികളും പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം കിട്ടും. ചിത്രാഞ്ജലിയിൽ ആദ്യമായിട്ട് ആവിഡ് ഓപ്പൺ ചെയ്തത് ഞാനാണ്. ധൈര്യമായിട്ട് ആവിഡിൽ എഡിറ്റ് ചെയ്തതാണ് അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന് പറഞ്ഞ പടം, ഫസ്റ്റ് പടം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ഡയറക്ടേഴ്സും ആവിഡിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വീണ്ടും പ്രിൻ്റ് എടുത്ത് പിന്മാറിയ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ പുതിയ ടെക്നോളജി വന്നിരിക്കുന്നത് ഇപ്പം തന്നെ ഈ ഡിജിറ്റൽ സംഭവം ഒരു നിലയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ മറ്റുള്ള ഒപ്റ്റിക്കൽ വർക്ക്സ് കാര്യങ്ങൾ ഒന്നും പഴയ അല്ല ഈ വർക്കുകൾ ചെയ്യാനായിട്ട് പഴയ ഒപ്റ്റിക്കൽ വർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളില്ല. അത് ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. ഈ പല സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് സ്റ്റൈലിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ലിബറലാവാൻ കഴിയും. കാരണം അത്രയും ഈ ഫിലിമിൻ്റെ അത്രയും കോസ്റ്റ് വരുന്നില്ല. ഈ വക കാര്യങ്ങൾ കൊണ്ട് സംഭവങ്ങൾ. പിന്നെ എക്യുപ്മെൻറ്റ്സ് പുതിയത് വന്ന കാരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് മാത്രമുള്ള ട്രോളി ട്രാക്ക് ക്രെയിൻ മാത്രമൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് ഏത് നിലയ്ക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിൽ മൂവ് ചെയ്യാവുന്ന ക്രെയിൻസ് കാര്യങ്ങൾ ഇതെല്ലാം സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം ഒരു ഭാഷ മാതിരി തന്നെ നമ്മുടെ ഒരു മനസ്സിൽ കൊള്ളുന്ന രൂപത്തിലുള്ള ഷോട്ട്സ് ആക്കുക എന്ന് പറഞ്ഞ സംഭവത്തിന്. അല്ലെങ്കിൽ വെറും കൺവെൻഷണൽ മെത്തേഡിലുള്ള ഷോട്ട്സുകൾ ഇന്ന് വിട്ട് മാറണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവണം. ആ എക്യുപ്മെൻറ്റ്സൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്നു തുടങ്ങിയത് തീർച്ചയായിട്ടും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് മോനേട്ട, ഷൂട്ട് സമയത്ത് ഡയറക്ടേഴ്സ് മോണിറ്ററിൽ നോക്കിയാണ് ഷോട്ട് ഓക്കെ ആണോ ഇല്ലയോ എന്ന് പറയുന്നത് അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ നോക്കും, ഇവർ വരുന്നത് കറക്റ്റ് ആണോ ലൈറ്റ് ഇതെല്ലാം അല്ലേ. അത് ശരിക്കും നല്ലതാണോ അത്? ഈ മോണിറ്ററിൽ നോക്കിയിട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് നമുക്ക് ഈ ഇവർ കൊടുക്കുന്ന കൗണ്ടർ എക്സ്പ്രഷൻ കറക്റ്റ് ആണോ, അവർ വന്ന് നിന്ന പൊസിഷൻ ഇതെല്ലാം നമുക്ക് മോണിറ്ററിൽ നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരിക്കും. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ മോണിറ്ററിൽ രണ്ടാമതേ പോയി നോക്കാറുള്ളൂ. ടേക്ക് കഴിഞ്ഞതിന് ശേഷമേ. സാധാരണ പണ്ട് സ്പോട്ട് എഡിറ്റിംഗ് ഇല്ലാത്ത സമയത്തും നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയിൽ മോണിറ്ററിൽ റിഹേഴ്സൽ സമയത്ത് നോക്കിയാലും ടേക്ക് സമയത്ത് ഞാൻ മോണിറ്ററിൽ നോക്കില്ല. കാരണം എനിക്ക് ഡയറക്റ്റായിട്ട് ആർട്ടിസ്റ്റിൻ്റെ മുഖം കണ്ടാൽ മാത്രമേ തൃപ്തിയാവുള്ളൂ. ആർട്ടിസ്റ്റിൻ്റെ മുഖം മാത്രമൊന്നുമില്ല, ക്യാമറ ഓപ്പറേഷൻസ് പോലും ഒരു ജർക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ക്യാമറമാനോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ അറിയാം ഓപ്പറേഷനിൽ എവിടെയെങ്കിലും ഒരു മൈനർ ജർക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. മോനേട്ടൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറച്ച് നേരം ചേച്ചി ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നുണ്ട്. ബോറൊന്നുമില്ല, ഞാനിങ്ങനെ കേൾക്കുന്നു കാര്യങ്ങൾ. അല്ല, വീട്ടിൽ വെച്ച് കേൾക്കില്ല. ഇപ്പം ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മാത്രമേ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു അന്യഭാഷയിൽ നിന്ന് വന്നൊരു വ്യക്തി അല്ലേ, ഇദ്ദേഹമാണെങ്കിൽ മലയാളം എന്ന് പറയുന്ന വ്യക്തമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ സ്വഭാവം മാറുന്ന ഒരാൾ. ശരിക്കും എനിക്കൊക്കെ മോനേട്ടനൊക്കെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് പോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മോനേട്ടനെന്ന് മനസ്സിൽ റൊമാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തൊരു മനുഷ്യനാണെന്നാണ് ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാളടുത്ത് ഇതെങ്ങനെയാണിത് നിങ്ങൾ തമ്മിലൊരു ഒരു ഇഷ്ടം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തായിരിക്കും? എനിക്കങ്ങനെ ഒന്നും ഓപ്പോസിറ്റ് ആവുന്നുണ്ടാണോ? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടിക്കാൻ കാരണം ചേച്ചി നല്ല ജോവിയൽ അല്ലായിരുന്നോ? അല്ല, ജോവിയൽ ആണ്. ഞാൻ എൻ്റെ അക്കാഡമിയിൽ, എൻ്റെ മാസ്റ്ററുടെ അക്കാഡമിയിൽ ഞാൻ വളരെ തമാശക്കാരിയാണ്. ഞാൻ എല്ലാവരും ചിരിപ്പിക്കുന്ന ആളാണ്. ഞാൻ ചിരിച്ച് എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതേ സമയത്ത് മാസ്റ്ററുടെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഗുരുസ്ഥാനം. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, വലിയവരെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ അഭിനയിക്കാൻ വരുമ്പോഴും ഈ ഡയറക്ടർ ഞാൻ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. ഞാൻ അങ്ങനെയാണ് വളർന്നത്. അപ്പോൾ എനിക്ക് ആ സ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ എനിക്കൊരു റൊമാൻസോ കാര്യങ്ങളോ ഇല്ല. എൻ്റെ ഗുരുവിനെ കാണുമ്പോൾ ഉണ്ടായിരുന്ന അതേ പേടിയാണ് എനിക്ക്. എനിക്ക് അന്ന് പേര് പോലെ അറിയില്ല, ഒരു ഡയറക്ടർ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചത് ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കുറച്ച് തലൊക്കെ നിറച്ച് കുറച്ച് വലിയൊരു രൂപം ഒക്കെ ആയിട്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ ഒരു ചെറിയ പീക്കിരി പയ്യൻ.
അപ്പോൾ ഇത് ഡയറക്ടർ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് സുറാസും ഉണ്ട്, കുറച്ച് പ്രായമായിട്ടുള്ള. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡയറക്ടർ അതാണ്. ഈ ഡയറക്ടർ ആരാന്ന് എനിക്കറിയില്ല. പിന്നെ ഓക്കെ കട്ട് ആക്ഷൻ എന്ന് പറയുന്ന സമയത്താണ് ഓഹോ ഇതാണോ ഡയറക്ടർ. ഭാഷ അറിയാത്ത കാരണമാണ്. അതല്ലാതെ ഇരുന്ന് കഥയൊന്നും പറഞ്ഞു തന്നിട്ടില്ല? അയ്യോ, അല്ല അതൊക്കെ എൻ്റെ അസിസ്റ്റൻസ് ആണ്. അതിന് വത്സൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. വത്സനാണ് എനിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നത്. ശരിക്ക് എൻ്റെ മലയാള ഗുരു എന്ന് തന്നെ പറയാം വത്സനെ. ഞാൻ കംപ്ലീറ്റ് പറയുന്ന സംഭവങ്ങളൊക്കെ തെലുഗുല എഴുതിയെടുക്കും. പിന്നെ അത് ഞാൻ മലയാളം പറയാൻ ശ്രമിക്കും. അഫ്കോഴ്സ് എന്താണെങ്കിലും ഡബ്ബിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും അന്നത്തെ സമയത്ത് തെറ്റ് വരാതിരിക്കില്ല, എന്തെങ്കിലും ആയിരിക്കും. മോനേട്ട അങ്ങനെ പ്രത്യേകിച്ച് അസാധ്യ ടാലൻ്റ് ഉള്ളപ്പോൾ അങ്ങനെയൊന്നും നോക്കിയല്ല അല്ലേ ഒരാളെ സെലക്ട് ചെയ്യുന്നത്? അല്ല, എന്തുകൊണ്ടും ഇതുവരെയുള്ള കാസ്റ്റിങ്ങിൽ എനിക്ക് ഒരേ ഒരു തവണ മാത്രമേ ഒരു അർത്ഥം പറ്റിയിട്ടുള്ളൂ. ആരാന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആരാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിലില്ല, സൂര്യദാഹം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. കുട്ടിയുടെ പേര് മറന്നുപോയല്ലോ. ആ കുട്ടിയില്ല, പ്രിയംവദന എന്ന് പറയുന്നത്. പ്രിയംവദന. എനിക്ക് നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നു. കാരണം ജലജയെ മറ്റുമാണ് ആ പടത്തിന് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഞാനല്ലേ അല്ലല്ല റോജാ രമണി, വിധുബാല, ഈ കുട്ടി ആയിരുന്നു. മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. അഭിനയം തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഈശ്വര ഒരു രക്ഷയില്ല. അതിൻ്റെ ദേഷ്യം കൂടിയായിരിക്കും ചിലപ്പോൾ ഭാഗ്യലക്ഷ്മിയിലേക്ക് എത്തിയത്. അത് ഒരുപാട് കരയാനുണ്ടായിരുന്ന സീനുകളൊക്കെ ഉണ്ട് ആ കുട്ടിക്ക്. പക്ഷെ ഞാൻ ആ പടത്തിന് എൻ്റെ അത്ര കരഞ്ഞൊരു പടം ഉണ്ടായിട്ടില്ല. സീനിൽ സെറ്റിൽ വെച്ച് കരയല്ല, കൈ എങ്ങനെ അനക്കണം, കാലെങ്ങനെ അനക്കണം, എങ്ങനെ മുഖം തിരിക്കണം, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര അതിശയമായിട്ടുള്ള സംഭവം. അക്കൊല്ലത്തെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് ഈ കുട്ടിക്കായിരുന്നു. പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും തോന്നില്ല. അത് കൃത്യമായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെന്നുള്ള സംഭവം. ഇത് രണ്ട് പെൺകുട്ടികൾക്ക് ഇവരെ കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം. അത് അന്ന് വരെ ഒരു പടത്തിൻ്റെ പ്രോജക്റ്റ് വരുന്നവരെ ഇന്നും ഒരു കഥയുണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം എൻ്റെ കയ്യിലില്ല. സ്റ്റാൻലി എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ആലോചിച്ചത്. അത് സ്റ്റാൻലി എന്ന് മാറിയിട്ട് പിന്നെ ഗണേഷ് കലാമന്ദിറാണ് ചെയ്തത്. അന്ന് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് അവരുടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ. ഡേവിഡും ഞാനും വത്സനും ഒക്കെ കൂടി ഒരുമിച്ച് താമസിക്കുന്ന കാലഘട്ടം. അപ്പോൾ അതിന് ഒരു അന്നുണ്ടായിരുന്ന സിസ്റ്റത്തിലുണ്ടായിരുന്ന ഒരു ഹീറോ സംഭവങ്ങളും സെറ്റപ്പൊന്നും ശരിയാവില്ല. കുറേ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ വേണം, അങ്ങനെ വേണം, മറ്റുള്ള പല കാര്യങ്ങളും അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ പുതിയ ഹീറോയിനെ തേടിയാണ് അവസാനം ഇവരുടെ അനുവിന് കൃത്യമായിട്ട് അറിയില്ല. ഇവരുടെ ചില റിലേറ്റീവ്സ് പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിലിം പ്രൊഡ്യൂസേഴ്സ് വരും, അവരെ അറിയാം. അവരും ജെൻസി മെനുവിനുമൊക്കെ ആയിട്ടുള്ള ചില ബന്ധങ്ങളുമൊക്കെ ഉണ്ട്. അങ്ങനെ വച്ചിട്ട് ആണ് അനുവിനെ കാണുന്നത് ഞാനല്ല കാണുന്നത്, അവരാണ് കാണുന്നത്. അത് ജെൻസി മെനുവിനെ വരുമ്പോഴാണോ മോനേട്ട? അല്ല, അതിന് മുമ്പ് കണ്ടു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇവർ കണ്ടു. ഷീ ഈസ് നോട്ട് സൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞു. ഷൂട്ട് ഫോർ വേറെ ഒന്നിനെ കൊണ്ടല്ല, ഹൈറ്റ് പോറാന്നുള്ള ഒരു സംശയമാണ്. ശോഭയും ഞാനും നോട്ട് ഫോർ ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ തുച്ഛമായിട്ട് കളയണ്ട എന്തോ സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരുടെ ഒരു പ്രോഗ്രാം പോയി കണ്ടു. എവിടെ പ്രോഗ്രാം കണ്ടിട്ടാണോ എന്നെ കണ്ടത് നേരിട്ട്? അല്ല, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോഗ്രാം പോയി കണ്ടത്. ഇവിടെ ഡാൻസ് മറ്റേ യൂണിവേഴ്സിറ്റി സെമിനറി ഹാളിൽ ശ്രീനിവാസ കല്യാണം പാലേ, ചെന്നൈയിൽ നമുക്ക് ചെന്നൈക്കാരെ തന്നെയാണല്ലോ. അങ്ങനെ കണ്ട് ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ കണ്ടു, ആളെ നേരിട്ട് കണ്ടു. ഞാൻ ഇത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ചേച്ചി, അപ്പോൾ അതിന് മുൻപ് വേറെ തെലുങ്കിലോ അല്ല വേറെ ഏതെങ്കിലും സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ തെലുഗുവിൽ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ റിലേറ്റീവ്സാണ്. ഇപ്പോൾ പുണ്ഡ്രിക അക്ഷയ, അതായത് എൻ ടി രാമാറാവിൻ്റെ ബന്ധുക്കളായിട്ട് ഇങ്ങനെ അമ്മയുടെ സൈഡിൽ നിന്ന് വരുന്നതാണ്.
എൻ്റെ അമ്മയുടെ കസൻ ബ്രദറായിട്ട് വരും പുണ്ഡരീകാക്ഷയ. പുണ്ഡരീകാക്ഷയുടെ ബ്രദറിലായിട്ട് വരും എൻ ടി രാമാറാവ്. അങ്ങനെ ഒരു കണക്ഷനാണ്. പക്ഷെ നമുക്ക് സിനിമ ആയിട്ട് അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സും പ്രൊഡ്യൂസേഴ്സൊക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മാസ്റ്റർക്ക് ഒട്ടും ഇഷ്ടമല്ല സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ ഈ പുണ്ഡരീകാക്ഷ അവരുടെ ഒരു പിക്ചറിൽ ഒരു ചെറിയൊരു അവരുടെ ഒരു നിർബന്ധപൂർവ്വം എൻ ടി രാമാറാവിൻ്റെ ഒരു സിസ്റ്ററായിട്ട് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്കേ ഇഷ്ടമില്ല കാണാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ കഥ പറഞ്ഞു തന്നത് വത്സനാണെങ്കിൽ തന്നെ ശരിക്കും ഞാൻ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നോന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളോട് ചോദിക്കാൻ വന്നേ, കാരണം അന്നത്തെ കാലത്ത് അതൊരു ഇത്തിരി റിസ്ക് സംഭവമാണ്. പക്ഷെ നമുക്ക് കഥയെ അറിയില്ല. മോനേട്ടൻ അല്ലായിരുന്നുവെങ്കിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും അശ്ലീലമാക്കാമായിരുന്നു. അല്ല, സിനിമയ്ക്ക് വേറൊരു വലിയൊരു സംഭവമുണ്ട്. ഈ കഥ വായിച്ചു എന്നൊക്കെ പറയണതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം ആ ഫ്രെയിമിൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ആർട്ടിസ്റ്റിന് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ള ഒരു മെത്തേഡിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സത്യജിത്രയെ വരെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ആ ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും അവരെല്ലാം തീരുമാനിക്കുന്നത്. ഈ കഥാപാത്രമായി മാറണം എന്നൊക്കെ പറയണമെന്നും ഒരു അർത്ഥം. കഥാപാത്രമായിട്ട് മാറ്റുകയാണ്, മാറുകയല്ല. വളരെ എക്സ്പീരിയൻസുള്ള ആർട്ടിസ്റ്റാണ്. അറിഞ്ഞാലല്ലേ നമുക്ക് കുറച്ച് അതിലേക്ക് വരാൻ പറ്റും. ഞാൻ പറയട്ടെ, ആ കഥാപാത്രവും ആ അഭിനയിക്കുന്ന ആളും തമ്മിൽ എത്രത്തോളം ആ കഥാപാത്രത്തിന് ആ ആർട്ടിസ്റ്റിന് അത്രയും ഡെപ്ത് ഇല്ലെങ്കിലും അതിനെ ആ ഡെപ്തുള്ള ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ ഡയറക്ടർ കാപ്പബിൾ ആയ ആരും കൊണ്ട് മാത്രമാണല്ലോ പല ക്യാരക്ടേഴ്സും ചെയ്തു